പ്രധാനപ്പെട്ടൊരു വാർത്തയിലേക്കാണ് കയറുന്നത്. ADGP അജിത് കുമാറിനെതിരെ നടപടി ഉടനുണ്ടാകും. ഇത് സംബന്ധിച്ച് ഉത്തരവ് അല്പസമയത്തിനകം ഇറങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ എത്തിയെന്നും അറിയുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ADGPക്കെതിരെ നടപടി ഉടനുണ്ടാകും. മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലെത്തി സസ്പെൻഷൻ ഉണ്ടായേക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ADGP MR അജിത് കുമാറിനെതിരെ നടപടി, എന്ത് നടപടി എന്ന് അല്പസമയത്തിനകം അറിയാമെന്ന് കരുതുന്നു. TG സജിത്ത് ചേർന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. സജിത്ത്, ഇപ്പോൾ ഇതാ മഞ്ചേരിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു PV അൻവർ 32 ദിവസമായി നടപടി ഉണ്ടാകുന്നില്ല ADGPക്കെതിരെ, എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്നവിടുന്ന് ചോദിക്കുകയായിരുന്നു PV അൻവർ. ഇപ്പോഴിതാ ഏറ്റവും പുതിയ വാർത്ത വരുന്നു. ADGP MR അജിത് കുമാറിനെതിരെ ഉടൻ നടപടി ഉണ്ടാകും. അത് സംബന്ധിച്ച ഉത്തരവ് ഇറങ്ങുന്നു. മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലെത്തി സസ്പെൻഷൻ ഉണ്ടായേക്കുമെന്നാണ് സൂചന എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എന്താണ് വിശദാംശങ്ങൾ സജിത്ത്? ഭവ്യ, ഇന്ന് രാത്രി തന്നെ പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് എല്ലാവരും കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ കുറെ ദിവസങ്ങളായി നിലനിൽക്കുന്ന സസ്പെൻസിനൊടുവിൽ തീരുമാനത്തിലേക്ക് സർക്കാർ വരുന്നു എന്നതാണ് നമുക്ക് അറിയാനാവുന്നത്. ഇതിന്റെ സാധ്യത ഏറ്റവും അധികം മുഖ്യമന്ത്രി ഇന്ന് ഞായറാഴ്ച ദിവസം വൈകിട്ട് സെക്രട്ടേറിയറ്റിലെ അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി. അല്പസമയം മുമ്പാണ് അദ്ദേഹം ഓഫീസിൽ നിന്നും മടങ്ങിയത്. ഈ ADGPക്കെതിരായ നടപടിയുമായി ബന്ധപ്പെട്ട സുപ്രധാന ഫയലിൽ തീരുമാനമെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ നീക്കമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഇത് ഇപ്പോൾ ഇങ്ങനെ പറയേണ്ടി വരുന്നത് നാളെ നിയമസഭാ സമ്മേളനം നടക്കുന്നു എന്ന സാഹചര്യമാണ്. കാരണം നിയമസഭയിൽ സഭാ സമ്മേളനത്തിൽ സർക്കാർ നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി ADGPക്കെതിരെ എന്തുകൊണ്ട് നടപടിയില്ല എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഇത് സംബന്ധിച്ച തീരുമാനം അതിന് മുമ്പ് എടുക്കുക എന്നതാണ് സർക്കാരിന്റെ, മുഖ്യമന്ത്രിയുടെ നീക്കമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ രാത്രിയിൽ തന്നെ ഉത്തരവിറങ്ങിയേക്കാം. അതല്ലെങ്കിൽ നാളെ നിയമസഭയിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്താനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ആ ഫയലിൽ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രി നീക്കം നടക്കുന്നു. അതാണ് അദ്ദേഹം അല്പസമയം മുമ്പ് സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തി മടങ്ങിയിരിക്കുന്നത്. എന്തായാലും ADGPക്കെതിരായ നടപടി സംബന്ധിച്ച് DGPയുടെ റിപ്പോർട്ടാണ് നിർണായകമാവുന്നത്. DGPയുടെ റിപ്പോർട്ട് ഇന്നലെ വൈകിട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയതാണ്. ഇന്ന് രാവിലെ അത് മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്കും എത്തിയിരുന്നു. ആ ഫയലിൽ മുഖ്യമന്ത്രി തീരുമാനമെടുത്ത് നാളെ സഭാ സമ്മേളനത്തിൽ പ്രഖ്യാപനം നടത്താൻ കഴിയുന്ന രീതിയിലോ അല്ലെങ്കിൽ അതിനു മുമ്പായിട്ടോ ഈ തീരുമാനം ഉത്തരവിലൂടെ പുറത്തിറങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ നിയമസഭയിൽ സർക്കാർ നേരിടാൻ പോകുന്ന പ്രതിപക്ഷ നീക്കത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം ADGPക്കെതിരായ നടപടി എവിടെയെന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നതാണ് സർക്കാരിന് മുന്നിലുള്ള കാര്യം. അതാണ് ഇപ്പോൾ തീരുമാനമായി പുറത്തിറങ്ങാൻ പോകുന്നത്. എന്തായാലും ADGPക്കെതിരായ നടപടി വിഷയത്തിൽ CPI അടക്കം കടുത്ത നിലപാടുകളിലാണ്. ഒരു തരത്തിലും വിശദീകരിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലേക്ക് സാഹചര്യം നീളുന്നു. നിയമസഭയിലേക്ക് വരുമ്പോൾ പ്രതിപക്ഷത്തിനൊപ്പം CPIയും ഈ വിഷയത്തിലെടുക്കുന്ന നിലപാടുകളും നിർണായകമാണ്. അങ്ങനെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ADGP അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലാത്ത സാഹചര്യമുണ്ട്. അത് പരിഗണിച്ചുകൊണ്ടാണ് വേഗത്തിലുള്ള നടപടി എന്നാണ് മനസ്സിലാവുന്നത്. തീർച്ചയായും സജിത്ത്, നോക്കൂ, ഇന്ന് ഞായറാഴ്ചയാണ്. ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലെത്തി മടങ്ങിയെന്ന് അറിയുന്നു. അങ്ങനെയാണെങ്കിൽ ഉടൻ നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏറ്റവും പ്രധാനമായി സജിത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ നാളെ നിയമസഭ ചേരുന്നുണ്ട്. നിയമസഭയിൽ ഉത്തരം മുട്ടാതിരിക്കാനുള്ളൊരു നടപടിയാണ് വളരെ വേഗത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കിക്കാണാം. അതോടൊപ്പം സജിത്ത്, പ്രധാനപ്പെട്ട ഒരു കാര്യം, PV അൻവറിന്റെ പരാതി അടക്കം, പൂരം കലക്കിയ വിഷയമടക്കം, അതിനപ്പുറത്തേക്ക് RSS നേതാക്കളെ കണ്ടത് ഉൾപ്പെടെ അന്വേഷണ റിപ്പോർട്ടിലുണ്ടായിരുന്നു DGPയുടെ എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നടപടി വരുമ്പോൾ ഇതൊക്കെ ശരിയായിരുന്നു എന്ന് വേണമോ നമ്മൾ വിലയിരുത്താൻ? അതെല്ലാം റിപ്പോർട്ടിലൂടെ ശരിവെച്ചതാണ്. സർക്കാരും ADGPയുടെ വീഴ്ചകൾ അംഗീകരിച്ചതാണ്. മുഖ്യമന്ത്രിയും അത് ADGPയുടെ വീഴ്ച പരാമർശിച്ചതുമാണ്. പക്ഷേ അതൊരു റിപ്പോർട്ടിന്റെ ഒരു സ്വഭാവത്തിൽ വരുന്നതിന് ശേഷം മാത്രമേ നടപടി എന്നതായിരുന്നു സർക്കാരിന്റെ തീരുമാനം. അതാണ് ഇപ്പോൾ ഉത്തരവിലൂടെ പുറത്തിറങ്ങാൻ സാധ്യതയുള്ളതായി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു സാഹചര്യം കൂടിയുള്ളത്, ഇന്ന് PV അൻവർ നമ്മൾ കാണുന്നതാണ്. മലപ്പുറം മഞ്ചേരിയിൽ അദ്ദേഹത്തിന്റെ പരിപാടി നടക്കുകയാണ്. പൊതുയോഗത്തിൽ അദ്ദേഹം സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ പോലീസിനെതിരെ വലിയ നീക്കം നടത്തുന്നു. അതിന് തുടർച്ചയായി നാളെ CPMന്റെ വിശദീകരണ യോഗവും നാളെ കോട്ടക്കുന്നിൽ മലപ്പുറത്ത് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഉറപ്പാണ് അതിന് മുമ്പായ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായും ADGP MR അജിത് കുമാറിനെതിരായ നടപടി ഉടൻ ഉണ്ടായേക്കുമെന്ന് സൂചന. മുഖ്യമന്ത്രി അടിയന്തരമായ സെക്രട്ടേറിയറ്റിലെത്തി മടങ്ങിയെന്നറിയുന്നു. ഉടൻ ഉത്തരവിറങ്ങിയേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. TG സജിത്താണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. നമ്മൾ വീണ്ടും